ക്യാപിറ്റൽ അഡ്വക്കസി നോംസിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്? വാട്ട് ആർ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്? The values of banks' assets that are not taken according to the book value but according to the risk factor involved. ബാങ്കിൻ്റെ അസറ്റുകളുടെ മൂല്യം അവയുടെ ബുക്ക് വാല്യൂക്ക് അനുസരിച്ചല്ല പരിഗണിക്കുന്നത്, ബട്ട് ഓൺ ദ അതർ ഹാൻഡ് അക്കോർഡിംഗ് ടു ദ റിസ്ക് ഫാക്ടർ ഇൻവോൾവ്. ഓരോ അസറ്റിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ആ റിസ്കിനനുസരിച്ചാണ് ബാങ്കിൻ്റെ അസറ്റ്സിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. Risk weighted assets, the assets adjusted for different types of risk. For example, ഒരു ഉദാഹരണത്തിന് എ ബാങ്ക് ഹാസ് ₹100 crore ലോൺസ്. 100 കോടി ലോൺ ഒരു ബാങ്കിനുണ്ട്. 30 crore ഈസ് ഗിവൺ ടു ദ ഗവൺമെൻറ്. 30 crore എന്താണ് ഗവൺമെൻറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. ബാങ്കിന് ഉദാഹരണത്തിന് ഒരു ബാങ്കിൻ്റെ കയ്യിൽ 100 കോടിയുണ്ട്. ആ 100 കോടി ബാങ്ക് ലോണായിട്ട് കൊടുക്കുകയാണ്. ആ ലോണിലെ 30 കോടി ഈസ് ഗിവൺ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഏതൊരു സംഖ്യയും ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. അതിനെയാണ് 0%. അപ്പോൾ ഗവൺമെൻറ്റിന് കൊടുത്ത സംഖ്യയാണെങ്കിൽ അതിൻ്റെ റിസ്ക് എത്രയാണ്? 0% റിസ്ക്. ഇറ്റ് ഈസ് 100% ഷുവർ ദാറ്റ് എനി എമൗണ്ട് ഗിവൺ ടു ദ ഗവൺമെൻറ് വിൽ ബി റിട്ടേൺഡ്. ഇനി 50 crore ഈസ് ഗിവൺ ടു ഫേംസ്. ഇൻഡസ്ട്രികൾക്ക്, ബിഗ് മൾട്ടിനാഷണൽ കമ്പനികൾക്കാണ് 50 കോടി കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ദ റിസ്ക് ഈസ് 20%. 20% അതിൻ്റെ റിസ്ക്. അതായത് അതിൻ്റെ ഉദ്ദേശം എന്താണ്? 50 കോടി കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ ഫേംസിന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ there is a possibility that 20% of that is 10 crore of that 50 crore might not be returned to the bank. അതിലെ 10 കോടി ഒരു പക്ഷേ ബാങ്കിലേക്ക് തിരിച്ചു വരാതിരിക്കാം. ഇതാണ് 20% റിസ്ക് എന്ന് പറയുന്നത്. 50 കോടിയുടെ 20% റിസ്കിലാണ്. ആ 10 കോടി ബാങ്കിലേക്ക് തിരിച്ചു വരാതിരിക്കാം. 20 crore ഈസ് ഗിവൺ ടു ഹൗസ് ഹോൾഡ്. ഇനി ആ 100 കോടിയിലെ 20 കോടി ഹൗസ് ഹോൾഡിന്, സാധാരണ പബ്ലിക്കിനാണ് കൊടുത്തതെങ്കിൽ 30% റിസ്ക്. ദർ ഈസ് എ റിസ്ക് ഓഫ് 30%. ആ 20% കോടിയിലെ 30% റിസ്കിലാണ്, തിരിച്ചു വരാതിരിക്കാം. ഇതാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്? വാട്ട് ഈസ് ഇറ്റ്? ദ വാല്യൂസ് ഓഫ് ബാങ്ക്സ് അസറ്റ്സ് ആർ നോട്ട് ടേക്കൺ അക്കോർഡിംഗ് ടു ദ ബുക്ക് വാല്യൂ. എന്താണ് ബുക്ക് വാല്യൂ? ബുക്ക് വാല്യൂ ഡിനോട്ട്സ് ദാറ്റ് ദ വാല്യൂ ദാറ്റ് ഈസ് സീൻ. നമ്മൾ പുറത്ത് കാണുന്ന മൂല്യം, അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പരിഗണിക്കുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദ റിസ്ക് ഫാക്ടർ ഇൻവോൾവ്. പക്ഷേ ബുക്ക് വാല്യൂ അനുസരിച്ചുള്ള അക്കോർഡിംഗ് ടു ദ റിസ്ക് ഫാക്ടർ ഇൻവോൾവ്. അതിൻ്റെ ആ ഒരു അസറ്റിൻ്റെ റിസ്ക് ഫാക്ടറിന് അനുസരിച്ചിരിക്കും. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ? നമ്മൾ ഇതുവരെ ക്യാപിറ്റൽ അഡ്വക്കസി എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ ഓർ ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, CAR ഓർ CRAR, രണ്ടും ഒരേ സാധനമാണ്, രണ്ട് പേരിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. സോ ഹൗ വി കാൽക്കുലേറ്റ് CAR, ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ ഓർ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, ഈസ് ഈക്വൽ ടു Tier 1 plus Tier 2 capital or reserve divided by risk weighted assets into 100. This is how we get capital adequacy ratio. CAR refers to the minimum amount of good quality capital which a bank is required to maintain in order to handle different risks associated with its assets. CAR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട്, ഏറ്റവും കുറഞ്ഞ അളവ് നല്ല ഗുഡ് ക്വാളിറ്റി ക്യാപിറ്റൽ ഒരു ബാങ്ക് കയ്യിൽ വെക്കേണ്ട ഗുഡ് ക്വാളിറ്റി ക്യാപിറ്റൽ ഫോർ വാട്ട്? ടു ഹാൻഡിൽ ഡിഫറെൻറ്റ് റിസ്ക്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് അസറ്റ്സ്. അതിൻ്റെ അസറ്റ്സിൻ്റെ റിസ്കുകൾ, എപ്പോഴും റിസ്ക് ഉണ്ടാകാം, ലോസ് ഉണ്ടാകാം. ആ ലോസുകളെ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അളവ് ഒരു ബാങ്ക് വെക്കേണ്ട ക്യാപിറ്റലിനെയാണ് CAR, ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ഹയർ CAR റിഫ്ലെക്ട്സ് ബെറ്റർ പ്രിപ്പയർനെസ് ഓഫ് എ ബാങ്ക് to handle risks, but at the same time restricts its ability to give loans. ഹയർ CAR, ഉയർന്ന CAR, ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാങ്ക് ഈസ് ബെറ്റർ പ്രിപ്പയർഡ് ടു
ഹാൻഡിൽ ദ റിസ്ക്. ഒരു റിസ്ക് ഉണ്ടായാൽ, നഷ്ടമുണ്ടായാൽ അതിനെ തരണം ചെയ്യാൻ ബാങ്ക് കൂടുതൽ പര്യാപ്തമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ബട്ട് അതോടൊപ്പം അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണ്? ബാങ്കിൻ്റെ അസറ്റ്സ് ബാങ്ക് കൂടുതൽ ക്യാപിറ്റൽ CAR ആയിട്ട് മാറ്റി വെക്കുമ്പോൾ ലോൺ കൊടുക്കാനുള്ള ബാങ്കിൻ്റെ ശേഷിയാണ് അവിടെ കുറഞ്ഞു വരുന്നത്. മിനിമം CAR ഷുഡ് ബി 8% അക്കോർഡിംഗ് ടു ബേസൽ നോംസ്. ബേസൽ നോംസ് പ്രകാരം 8% ആയിരിക്കണം എന്ത്? ദ മിനിമം CAR. ബട്ട് ഇൻ ഇന്ത്യ it is at present it is 9%. Discussions are going on in order to rise it into 10 to 12%. 10 മുതൽ 12% വരെ ആക്കണം മിനിമം CAR എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കമ്മിറ്റികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ മിനിമം CAR 9%. അപ്പോൾ ഇതാണ് എന്ത്? ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ ഓർ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യു ക്യാൻ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് ഇൻ ദ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. ഓക്കെ, താങ്ക് യു.